നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് കൊല്ലം ജില്ലയിൽ പന്മന ചവറ പന്മന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏകദേശം 130 പരം വർഷത്തെ ആയുർവേദ മർമ്മ ചികിത്സാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വലിയൊരു പ്രസ്ഥാനം. 130 വർഷം എന്ന് പറയുമ്പോൾ ചെറിയൊരു കാലയളവൊന്നുമല്ല. ആ ഒരു 130 വർഷം ഇപ്പോഴും ആ ഒരു വിജയത്തോടു കൂടി തന്നെ അനേകായിരങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ചികിത്സ നൽകി മുന്നോട്ട് പോകുന്ന വലിയൊരു പ്രസ്ഥാനം ആയുർവിഷൻ ആയുർവേദ മർമ്മ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം. അതിനു മുമ്പ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ ഡോക്ടർ, ഈ ഒരു സ്ഥാപനം അതുപോലെ അനേകായിരങ്ങൾക്ക് ഇപ്പോഴും വളരെ സക്സസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകി അവർക്കൊരു പുതുജീവിതം സമ്മാനിക്കുന്ന ഒരു വ്യക്തിത്വം ഡോക്ടർ രാജേഷ് സാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. ആയുർവേദൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മർമ്മ ചികിത്സയുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രസക്തി, തീർച്ചയായിട്ടും മർമ്മ ചികിത്സ എന്ന ഈ ഒരു ചികിത്സാ സമ്പ്രദായം അത് വളരെ വ്യക്തതയോടും കൃത്യതയോടും ചെയ്തെങ്കിൽ മാത്രമേ അതിനൊരു സക്സസ് ഉണ്ടാകുകയുള്ളൂ. ആ ഒരു രീതിയിൽ തുടർന്നും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആയുർവേദൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം ഡോക്ടർ രാജേഷ് സാറിനെ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. എത്ര കഠിനമായ മുട്ടുവേദനയും കേവലം 15 മിനിറ്റിൽ കുറയ്ക്കാൻ പറ്റുന്ന ചികിത്സാ രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതിനു പുറമെ കേൾക്കാൻ പലതുമുണ്ട്. മർമ്മ ചികിത്സയിൽ 130 വർഷത്തെ പാരമ്പര്യവുമായി ആയുർവേദ ആൻഡ് മർമ്മ ട്രീറ്റ്മെന്റ് സെന്റർ. അസ്ഥി, ഞരമ്പ്, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് പെട്ടെന്ന് ശമനം നൽകുന്ന വളരെ കുറഞ്ഞ ചിലവിലുള്ള വിദഗ്ധ ചികിത്സയാണ് ആയുർവേദൻ ഒരുക്കുന്നത്. ഇതിലൂടെ കഴുത്തുവേദന, മുട്ടുവേദന, നട്ടെല്ല് വേദന, തേയ്മാനം, കൈകാലുകളുടെ പെരുപ്പും വിറയലും എന്നിങ്ങനെ നിത്യജീവിതത്തിൽ വരുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ചികിത്സിച്ചു മാറ്റാം. കൂടാതെ സ്ട്രോക്ക്, മസ്കുലർ ഡിസ്ട്രോഫി, പാർക്കിൻസൺസ് ഡിസീസ്, ഡയബറ്റിക് ന്യൂറോപ്പതി എന്നിങ്ങനെ പ്രായഭേദമന്യേ വരുന്ന എത്രയോ രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ആയുർവേദൻ നൽകുന്ന ശാസ്ത്രീയമായ മർമ്മ ചികിത്സ. ഇനി കൃത്യമായ മർമ്മ ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാം. ആയുർവേദ ആൻഡ് മർമ്മ ട്രീറ്റ്മെന്റ് സെന്റർ. ഡോക്ടർ, ആദ്യം തന്നെ ഒരു 130 പരം വർഷം 130 വർഷം കൊണ്ട് ഒരു വിജയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ചികിത്സ തേടി എത്തുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കുന്നതിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇപ്പോഴും വളരെ വിജയത്തോട് തന്നെ മുന്നോട്ട് പോകുന്ന ഈ ഒരു സ്ഥാപനം ഇപ്പോൾ താങ്കളുടെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആദ്യകാല ഓർമ്മകളെക്കുറിച്ച് നമുക്ക് എങ്ങനെ ഈ ഒരു സ്ഥാപനം എത്തി, അല്ലെങ്കിൽ എങ്ങനെ ഇതിൻ്റെ ഒരു തുടക്കം എന്നതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു സെൻ്ററിൻ്റെ തുടക്ം? ആയുർവേദ മർമ്മ ചികിത്സയിൽ നമുക്ക് 130 വർഷത്തെ പാരമ്പര്യം 4 തലമുറകളായിട്ട് ഉണ്ട്. അപ്പൂപ്പൻ പണ്ട് മർമാണി ആയുർവേദ ഫാർമസി എന്ന രീതിയിൽ മർമ്മ ചികിത്സയ്ക്കായിട്ട് തുടങ്ങി. അതിനുശേഷം അച്ഛൻ DM ആയിരുന്നു. അച്ഛൻ ഡോക്ടർ രാമചന്ദ്രൻ നായർ. അച്ഛൻ അത് ഏറ്റെടുത്തു. അതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം ഞാനും എൻ്റെ ബ്രദറുണ്ട് ഡോക്ടർ അജുകുമാർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് ഇവിടുത്തെ ചികിത്സയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള മർമ്മ ചികിത്സകളാണ്. കാരണം പല ചികിത്സാ രീതികളും പരീക്ഷിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് താങ്കളിലേക്ക് ഒരുപാട് രോഗികൾ എത്തുന്നത്. അവിടെ കൃത്യമായിട്ടുള്ളൊരു വിജയം അവർക്ക് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഈ മർമ്മ ചികിത്സ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. എന്താണ് മർമ്മ ചികിത്സ? അതുകൊണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ചികിത്സയിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 108 മർമ്മങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ പ്രാണൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രാണൻ സഞ്ചരിക്കുന്ന പ്രധാന ജംഗ്ഷനുകളാണ് ശരിക്കും മർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ മർമ്മങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തലയിൽ കയറുമ്പോൾ നമ്മൾ ഉച്ചിയിൽ തട്ടും. അത് ഉച്ചി മർമ്മം എന്ന് പറയുന്ന ഒരു മർമ്മമാണ് ശരിക്കും. അവിടെയാണ് നമ്മൾ തട്ടുക. പിന്നെ അതുപോലെ നമ്മൾ ഛർദ്ദിൽ വരുമ്പോൾ നമ്മൾ പുറകിൽ തടവി കൊടുക്കും. ഇതൊക്കെ ഒരു മർമ്മസ്ഥാനങ്ങളാണ്.
ഇപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണെങ്കിലും ഒരാൾ മരിക്കണത് അത് കറക്റ്റായിട്ട് മർമ്മസ്ഥാനത്താണ് ആഘാതം വെക്കുന്നതെങ്കിൽ ആ സ്പോട്ടിൽ ആൾ മരണപ്പെടും. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള പോയിന്റുകളാണ് മർമ്മങ്ങൾ. ഇപ്പം മർമ്മങ്ങൾ നമ്മളിവിടെ വരുന്ന കേസുകളിലൊരു 95% അലോപ്പതി, ആയുർവേദം തുടങ്ങിയ എല്ലാ സിസ്റ്റവും പരീക്ഷിച്ച് അവസാനം ഇതോടെ നോക്കാം എന്നുള്ള രീതിയിൽ അവസാന ഘട്ടത്തിലായിരിക്കും എത്തുന്നത്. ഓക്കെ. അപ്പോൾ ബാക്ക് പെയിൻ എത്ര പഴക്കമുള്ള ബാക്ക് പെയിൻ ആണെങ്കിലും നമുക്ക് മർമ്മ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ. അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ സെൻറ്ററിൽ ഇപ്പം എല്ലാ ജനറലായിട്ടുള്ള കേസുകളൊന്നും ഈ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എടുക്കുന്നില്ല. എങ്കിൽ തന്നെയും ഇവിടെ എടുക്കുന്ന ആ കേസ് കെട്ടുകളെല്ലാം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ തരം ചികിത്സകളാണ്, അല്ലെങ്കിൽ നമ്മൾ തേടിയെത്തുന്ന ആ രോഗികൾ ഏതൊക്കെ തരം ചികിത്സ ആവശ്യാർത്ഥമാണ് എത്തുന്നത്? നമുക്ക് അസ്ഥി ഞരമ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട്. ഇപ്പം നട്ടലിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ചികിത്സയുണ്ട്. സ്ട്രോക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ അതിന് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മർമ്മ ചികിത്സയിലൂടെ ശരിയാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതലും അസ്ഥി ഞരമ്പ് നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ടെന്നീസ് എൽബോ, ഫ്രോസൺ ഷോൾഡർ, പിന്നെ പാർക്കിൻസോൺസം തുടങ്ങി ഒരുവിധപ്പെട്ട അസ്ഥി ഞരമ്പ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും നമുക്ക് വളരെ വേഗത്തിൽ ചികിത്സിച്ച് മാറ്റാം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സ്ട്രോക്ക്, ഇപ്പം നമ്മൾ സ്ട്രോക്കിൻ്റെ കാര്യം സംസാരിക്കുകയുണ്ടായി. ഈ സ്ട്രോക്ക് വന്ന് ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയ ഒരുപാട് രോഗികളുണ്ട്. പലയിടത്തും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും സക്സസ് ആകാതെ നടക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ ജീവിതം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ ഈ ഒരു മർമ്മ ചികിത്സയിലൂടെ, അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ മർമ്മ ചികിത്സയിലൂടെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിന് എത്രമാത്രം സക്സസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും? അതിൻ്റെ ഒരു ചികിത്സാ രീതി എന്ന് പറയാമോ? നമ്മുടെ മർമ്മ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യം എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിനകം കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. മാറ്റം ഉണ്ടാകും, 100% മാറ്റം ഉണ്ടാകും. പക്ഷേ നമുക്ക് സമയം കുറച്ചുകൂടെ വേണ്ടി വരും. ഈ ആ ഒരു ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് താങ്കളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും ഈ സ്ട്രോക്ക് പരമായിട്ടുള്ള ചികിത്സ മേഖലയിൽ ഒരു അനുഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പറയാൻ സാധിക്കുന്നത്? അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ പൊതുവേ സ്ട്രോക്ക് വന്നാൽ ഒരു സൈഡ് ബാധിച്ച കൈയും കാലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളുടെ ഒരു പഴക്കം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ 1 വർഷം പഴക്കമുള്ള ഒരുപാട് കേസുകളിൽ നമുക്കൊരു 30 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ഒരു ചികിത്സയാകുമ്പോൾ തീർച്ചയായിട്ടും അനുഭവങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടാവും അല്ലേ? നമ്മൾ ഈ ഫീൽഡിൽ കൊണ്ടുള്ള നമുക്കുള്ള ഒരു ഇഷ്ടം അതാണ്. നമുക്ക് ഇപ്പം അങ്ങനെ ഒരാൾ സുഖമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് ഒരു വലിയൊരു ഘടകം. ഡോക്ടർ ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറാണ്, BAMS ആണ്. ഇപ്പോൾ ആ ഒരു ചികിത്സാ രീതികളെ തന്നെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് ഈ മർമ്മ ചികിത്സ, അല്ലെങ്കിൽ താങ്കളുടെ കാരണവന്മാർ തന്ന, അല്ലെങ്കിൽ അവരുടെ ആ കഴിവുകൾ താങ്കളിലേക്ക് ഏൽപ്പിച്ച് ആ ഒരു സിസ്റ്റം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഞാൻ ചികിത്സ തുടങ്ങുന്ന സമയത്ത് കൂടുതലും ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിരുന്നു, ഒരുപാട് ചെയ്തിരുന്നു. പഞ്ചകർമ്മങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം മർമ്മവും ചെയ്യുമായിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മർമ്മ ചികിത്സ ചെയ്തപ്പോഴാണ്. അപ്പോൾ ആണ് അതിനകത്ത് കൂടുതലൊരു ഇൻട്രസ്റ്റ് പറ്റി പിന്നെ പൂർണ്ണമായും മർമ്മ ചികിത്സയിലോട്ട് തിരികെയാണ് ചെയ്തത്. ഇപ്പോൾ മർമ്മ ചികിത്സയിൽ കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഒരു മർമ്മ വിദഗ്ധനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മർമ്മ ഗുരുക്കന്മാരും അതുപോലെ തന്നെ ആയുർവേദ പാരമ്പര്യ വൈദ്യന്മാരൊക്കെ വന്നതായിട്ടുള്ളൊരു ഫ്ലോർ തന്നെയാണ് നമ്മുടെ ഈ ഒരു വിരുന്നിൻ്റെ ഷോ. തീർച്ചയായിട്ടും എങ്കിലും താങ്കളോടുള്ള ഒരു ക്വസ്റ്റ്യൻ, മർമ്മം ചികിത്സയിൽ കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു കാലഘട്ടത്തിൽ മർമ്മ ചികിത്സയുടെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ജീവിതത്തിൻ്റെ പോക്ക്, സ്പീഡ് ലൈഫ്, ഈ ഒരു കാലഘട്ടത്തിൽ മർമ്മ ചികിത്സയുടെ പ്രസക്തി വളരെ വലുതാണ്. കാരണം ഈ ഒരു മേഖലയിൽ തന്നെ, അല്ലെങ്കിൽ ഇതിനെ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നമ്മുടെ ഇവിടെ വരുന്ന പേഷ്യൻറ്റിൽ ഒരു 95% ചെറുപ്പക്കാരാണ്. അപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് ബാക്ക് പെയിനാണ്, പിന്നെ മുട്ടിൻ്റെ പ്രശ്നം, പിന്നെ സ്ട്രോക്കിന് ചെറുപ്പക്കാരാണ് കൂടുതലും പേര് വരുന്നത്. അപ്പോൾ മർമ്മ ചികിത്സ നമുക്ക് അപ്പോൾ അഡ്മിറ്റായി ചെയ്യണം എന്ന് നിർബന്ധമില്ല. അവർക്ക് വന്ന് ചെയ്യാം. ദൂരെയുള്ളവർക്കാണെങ്കിൽ ആഴ്ച നമ്മൾ 3 ദിവസമാണ് പറയുന്നത്. 3 ദിവസം വന്നിട്ട് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല. ഒരു മാക്സിമം ഒരു 1/2-3/4 മണിക്കൂറിനകം ആ ട്രീറ്റ്മെൻറ്റ് കഴിയും. അതിനുശേഷം അവർക്ക് വീട്ടിൽ പോവാം.
ഇതിനകത്ത് നമ്മളിവിടെ കഴിവതും മരുന്ന് കൊടുക്കാറില്ല. അനാവശ്യമായിട്ടൊരു അനാവശ്യം എന്നല്ല, നമ്മൾ മരുന്നേ ഇവിടെ ശരിക്കും കൊടുക്കാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കാനുണ്ട് കൊടുക്കാറുള്ളൂ. 100 പേരിൽ മാക്സിമം ഒരാൾക്ക് കൊടുത്തെങ്കിൽ ഇങ്ങനെ മരുന്ന് കൊടുക്കാതെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ചില കണ്ടീഷനിൽ നമുക്ക് മരുന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ മർമ്മ ചികിത്സ എന്ന് സത്യം പറഞ്ഞാൽ മരുന്നുകളുടെ ഉപയോഗം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ തിരുമ മേഖലയിലേക്ക് എത്തുമ്പോഴത്തേന് അതിന് നമ്മൾ തൈലങ്ങൾ എണ്ണകളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? നമ്മൾ എണ്ണകൾ ഉപയോഗിക്കാറുണ്ട്. മർമ്മ ചികിത്സയിൽ അതിന് സംബന്ധിക്കുന്ന എണ്ണകളാണ്. ഓക്കെ. ഇപ്പം കായതിരുമേനി പോലെയുള്ള അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട എണ്ണകളുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ തന്നെ തയ്യാറാക്കുന്നത് തന്നെയാണോ? നമ്മളുടെ പാരമ്പര്യമായി കിട്ടിയ അറിവുകൾ. അതെ, ചിലതിൽ നമ്മൾ എണ്ണ ഒന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാറുണ്ട്. എണ്ണ ഇതിനകത്ത് അത്ര പ്രാധാന്യമില്ല. ഇത് മർമ്മം അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള മർമ്മം അറിഞ്ഞ് കശേരുക്കളെ അറിഞ്ഞ് ചെയ്യുക. ഡോക്ടർ, അതുപോലെ തന്നെ മർമ്മ ചികിത്സ മേഖലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഡോക്ടറെ തന്നെയാണ് താങ്കളോ? എങ്കിലും താങ്കളുടെ മനസ്സിൽ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്ന അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന ഒരു അനുഭവം ചികിത്സാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് ഏത് ഒരു അനുഭവമായിരിക്കും? നമ്മുടെ അടുത്തൊരു പേഷ്യന്റ് വന്നിരുന്നു, അഞ്ജന എന്നാണ്. ലേഡിയാണ്. അതെ, അത് ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന അസുഖമാണ്. ഏകദേശം 15 വർഷത്തോളം പല ട്രീറ്റ്മെന്റുകൾ ചെയ്തു. സ്റ്റീറോയിഡ് ഗുളികൾ ഇല്ലാണ്ട് അതിന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത്രയും ഇരിക്കുമ്പോൾ വേദന, നടക്കുമ്പോൾ വേദന, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. അങ്ങനെ ആ കുട്ടിയുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് വന്നപ്പോൾ എൻ്റെ മുമ്പിൽ ആദ്യം ഡ്രൈവറേയും കൂട്ടിയാണ് വന്നത്. അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, ഇരുന്ന് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് തന്നെ ഇത് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം ഒരു കൺഫ്യൂഷൻ തന്നെയുണ്ട്. അത്രയും പെയിൻ ഉള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. ആദ്യത്തെ 1 മാസം ആയപ്പോൾ തന്നെ അത്യാവശ്യം വേദനകളൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇരിക്കാനും നിൽക്കാനും ഒക്കെ പറ്റുന്നത്. പിന്നെ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 90% ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇപ്പോൾ മാസത്തിൽ 1-2 തവണ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആള് തന്നെ വണ്ടി ഓടിച്ചാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ആ ഒരു കേസ് നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടിയൊരു കേസാണ്. നമ്മൾ അത്രയ്ക്കും നമ്മളെ അർപ്പിച്ച ഒരു വിശ്വാസം നമ്മൾ. കാരണം ആ കുട്ടി മുന്നേ ഡോക്ടറെ കണ്ടപ്പം അവസാനം സർജറിയാണ് പറഞ്ഞത്. സർജറി പറഞ്ഞാലും അതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. പിന്നെ ശരി എന്നാൽ സർജറി ചെയ്യാം എന്നിരിക്കുമ്പോൾ അപ്പോൾ വീൽ ചെയർ വരെ, സർജറി കഴിഞ്ഞാൽ വീൽ ചെയർ വേണം. ഇപ്പോൾ വീൽ ചെയർ വരെ വാങ്ങിക്കാനുള്ള ഇതിലിരിക്കുമ്പോഴാണ് അവരുടെ ഹസ്ബൻഡ് ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പോഴും ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ തന്നെ കാർ ഓടിച്ച് വരും. ഇപ്പോൾ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സക്സസ് ആണ് അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ചികിത്സയിൽ നമ്മളെ ആ വിശ്വാസം അർപ്പിച്ച് നമ്മളിലേക്ക് എത്തിയിട്ട് അതിനൊരു സക്സസ് കൊടുക്കുമ്പോൾ ഒരു വലിയൊരു സന്തോഷം. അത് പിന്നെ ആ കുട്ടിയാണെങ്കിലും ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര പെയിനാണ്. ഓരോ ഭാഗത്തും അത്രയും പെയിനാണ്. അപ്പോൾ അത്രയും പെയിൻ സഹിച്ച് നമ്മളുടെ കൂടെ സഹിച്ച് നമ്മളെ വിശ്വസിച്ച് അത് സ്ഥിരം വന്നിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊരു വിശ്വാസം കൂടെയാണ്. അതെ, തീർച്ചയായിട്ടും. അത് രോഗിക്ക് ഡോക്ടറോടുള്ള ഒരു വിശ്വാസം, അതിന് അവർക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഇതിപ്പം അത്യാവശ്യം കട്ടിയുള്ള ഒരു കല്ലാണ് അല്ലേ? ഇത് നമുക്ക് വായിലിട്ട് ചവയ്ക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടില്ല. ചവച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? നമുക്ക് എന്തോ കൊണ്ടുവരുന്ന പോലെ തോന്നും. വലിയ അസ്വസ്ഥതകളാണ്. അപ്പം ഞാനിത് തരാം. ഈ ഇലയാണ്. ഇല വായിലിട്ട് ചവയ്ക്കാം. വായിലിട്ട് ചവച്ചതിന് ശേഷം ഈ കല്ല് കടിക്കാം. ഇത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഇത് കഴിക്കാൻ തരാണോ? തീർച്ചയായിട്ടും. ചവച്ചാണ്ട് നീരെല്ലാം ഇറങ്ങല്ലേ വായിക്കത്ത്. റൂട്ട് പറയാനുണ്ടോ? ഓടുണ്ടോ? ഇനി ഇത് ചവയ്ക്കും. മുറുക്കി ഇറക്കുന്നോണ്ടിരിക്കും. മുറുക്കി ഇറക്കുന്നോണ്ടിരിക്കും. കല്ലാന്ന് തോന്നുന്നില്ല. ഇത് കഴിച്ചോ. ഇത് അത്ഭുതമല്ല. ഇത് ചില ചെടികൾക്ക് ഇങ്ങനെ ചില കഴിവുകളുണ്ട്. ഇതൊരു അത്ഭുതം തന്നെയാണ്. ആ ഒരു ഇല ആദ്യമായിട്ട് ചവച്ച് അത് എൻ്റെ വായിൽ തന്നെ നിർത്തിക്കൊണ്ട് ആ പാറക്കല്ലുകൾ, കല്ലുകൾ തന്നു.
സത്യം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മുറുക്ക് പൊടിയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു മുട്ടായി വയ്ക്ക് ചവയ്ക്കുന്നതിന് അത്രയും പോലും ആ ഒരു ഫീൽ കിട്ടില്ല, അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടാണ് അത് പൊടിഞ്ഞു പോയത്. അതിന്റെ എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത് അത്ഭുതങ്ങളൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ്. മർമ്മ ചികിത്സയാണെങ്കിൽ ഇതൊരു അത്ഭുത സംഭവങ്ങളൊന്നും അല്ല. ഇപ്പൊ ഇതാണെങ്കിലും ഇങ്ങനെയുള്ള മഹാമൂലികകളുണ്ട്. ഇപ്പൊ ഈ മൂലികകൾ ഇപ്പൊ ഇത് വെച്ച് ഗ്ലാസ് വരെ നമുക്ക് കടിച്ച് ചെറിയ പീസാക്കി ചില ഷോകളിലൊക്കെ ചിലപ്പോൾ അവര് ഇതാണോ ഉപയോഗിക്കുന്നത് അറിയില്ല, പക്ഷെ ഇങ്ങനെയുണ്ട്, ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് അത്ഭുതങ്ങളൊന്നുമില്ല, ഇത് നമ്മുടെ പ്രകൃതി ഒരു സത്യമാണ് അല്ലേ? അപ്പോൾ ഈ മർമ്മ ചികിത്സയും നമ്മളിപ്പോൾ ഇത് മർമ്മ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മർമ്മ ചികിത്സയിൽ നമ്മളും ഇതുപോലെ ഇപ്പോ ഫോർ എക്സാമ്പിൾ കുക്കുടാന്ന് ഓടുകിன்ற കുക്കുടത്തെ കൊല്ലാമൽ മയക്കിன்ற മർമ്മമേൽ ഒരു ശ്ലോകമുണ്ട്. എന്ന് വെച്ചാല് കോഴിയെ നമുക്ക് മയക്കാം. ഇപ്പൊ കോഴിയിൽ മർമ്മം പ്രയോഗിച്ചാൽ ആ കോഴി ബോധം കിട്ടും. അപ്പൊ ഇതൊക്കെ മർമ്മത്തിലുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒരു വലിയ സംഭവമായിട്ടോ വലിയ ഇതായിട്ടോ ഒക്കെ ചില അത്ഭുതമായിട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. മർമ്മത്തിലൂടെ നമുക്ക് കോഴിയെ വരെ മയക്കാം. ഈ ചൂണ്ടാണി മർമ്മം എന്നൊക്കെ പറഞ്ഞ് പല സിസ്റ്റങ്ങളും പല ഗുരുക്കന്മാരും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ചൂണ്ടി നിർത്തുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് ഡോക്ടറിന്റെ അഭിപ്രായം എന്താണ്? ചൂണ്ടാണി മർമ്മം കാലം ഇങ്ങനെ പല പേരുകളിലുണ്ട്. അപ്പൊ ഇത് പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനപ്പുറം ഒരു പവറുണ്ട്, ഒരു സ്പിരിച്വൽ പവർ കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് പറ്റും. അതെ. അപ്പൊ സാധാരണ എല്ലാവർക്കും പറ്റൂല. ഇന്ന് അങ്ങനെ ഉള്ളവരെ ഞാൻ കണ്ടിട്ടുമില്ല. ആ ഒരു അഭ്യാസം അറിയുന്ന ആൾക്കാരും നമ്മൾ കണ്ടില്ല. എന്നാൽ അതിനെ കുറിച്ചുള്ള ടെക്സ്റ്റുകളുണ്ട്, അതിനെ കുറിച്ച് തലയോടുകളിൽ പറയുന്നുണ്ട്. പല മഹാമാരും അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് പക്ഷെ ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത്. ചെയ്തിട്ടുമുണ്ട്. കാരണം മർമ്മ ചികിത്സ എന്ന് വെച്ചാൽ ഒരു എനർജി വെച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പൊ ഇത് അത്രയും എനർജി ഉള്ള ഒരാളിനെ അടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്റെ അറിവിൽ ചെയ്യുന്നവർ ഞാൻ ഇപ്പൊ കണ്ടിട്ടില്ല. പക്ഷെ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ നമ്മുടെ സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ ഇനി ആയുർവിഷന്റെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ ഞങ്ങളുടെ മനസ്സിലുള്ള ഡോക്ടർ രാജേഷ് സാറിന്റെ മനസ്സിലുള്ള ഇനി നമ്മളുടെ ഈ ഒരു സെന്ററിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എവിടേക്ക് എന്തെങ്കിലും ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷൻ താങ്കളുടെ മനസ്സിലുണ്ടോ? നമ്മള് കൂടുതലും ഒരുപാട് നമ്മൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒരു നിശ്ചിത അളവിനുള്ള ആളുകളെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് കൂടുതൽ മുന്നോട്ട് പോകുന്നത്. ഇനി ഭാവിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ഡോക്ടർ, നമ്മുടെ ഈ ഒരു ചികിത്സ എനിക്കിപ്പം നമ്മളിവിടെ വന്നതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതൊരു പേഷ്യൻറ്റിനെ നോക്കുന്ന ടൈം തന്നെ ഒരല്പം കൂടുതലാണ്. കാരണം അത്രയ്ക്കും ടൈം എടുത്താണ് താങ്കൾ ഓരോരുത്തരെയും പരിശോധിക്കുന്നതും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ സപ്പോർട്ട് നമ്മുടെ ഈ ഒരു ചികിത്സാ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യ ഘടകം തന്നെയാണ്. ഫാമിലിയുടെ സപ്പോർട്ട് നമ്മുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഗുണകരമായി മാറുന്നുണ്ടോ? ആ ഫാമിലി വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണുള്ളത്? ഫാമിലിയുടെ സപ്പോർട്ട് വളരെ കൂടുതലായിട്ടുണ്ട്. അച്ഛൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്താണ് അമ്മ വളരെ സപ്പോർട്ടായിരുന്നു. എനിക്കാണെങ്കിലും വൈഫ് വളരെ സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടുകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മൾ ചികിത്സയായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. വളരെയധികം സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ വിരുന്നിന്റെ പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള ആണെങ്കിലും വൈദ്യ ഫാമിലിയിലാണ്. അച്ഛൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന. അതെ, അതും ഒരു ഓർമ്മ നാൾ മുതൽ കണ്ടു വളർന്നതാണല്ലോ ഈ ഒരു സിസ്റ്റം. അപ്പൊ അതും വളരെ ഒരു സപ്പോർട്ടീവാണ് ഡോക്ടർ. അതുപോലെ തന്നെ നമ്മുടെ വിരുന്നിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളൊക്കെ നമ്മുടെ സാധാരണ തൊഴിലാളികളായിട്ടുള്ള പ്രവാസികളൊക്കെ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ കൈമുട്ടും അതുപോലെ തന്നെ കാൽമുട്ടിനൊക്കെ സർജറി വരെ ആവശ്യമില്ലാതെ നാട്ടിൽ വന്ന് സർജറി വരെ ചെയ്തിട്ട് പോയിട്ടുള്ള സുഹൃത്തുക്കൾ എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്, എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് എത്രമാത്രം ഫലപ്രദമായിട്ടുള്ള ഒരു വിജയം കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ആ ലീവിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ടൈമിങ് നമുക്കത് പിന്നെ സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? എന്താണ് അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പ്രവാസ സുഹൃത്തുക്കളോട് പറയാനുള്ളത്? സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഒരാൾ പോലും സർജറി ചെയ്യേണ്ടി വന്നിട്ടില്ല.
കാരണം നമുക്ക് ആ രീതിയിൽ അത് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള 100% കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുട്ടിനൊക്കെ പിന്നെ ലിഗമെന്റ് പ്രശ്നമാണ്. അത് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ ചെയ്തവരുണ്ട്. അല്ല, ഇതിനകത്ത് ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരാൾ നടുവേദനയായിട്ട് വന്നു, ഇവിടെ വരുന്ന കൂടുതലും പേരും എക്സ്റേ അല്ലെങ്കിൽ MRI ആയിട്ടായിരിക്കും വരിക. അപ്പം നമ്മളത് MRI വെച്ചിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയല്ല. ഇപ്പം നമ്മൾ മർമ്മ ചികിത്സയിൽ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം വരുന്ന പേഷ്യൻറ്റിന് നമ്മളുടേതായ ഒരു എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് നമ്മൾ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷമേ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുകയുള്ളൂ. ഒരിക്കലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ MRI വെച്ചിട്ടോ അല്ലെങ്കിൽ എക്സ്റേ വെച്ചിട്ടോ മാത്രം ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ, പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് പാരമ്പര്യ മർമ്മ, ചിന്താമണി, അതുപോലെ സിദ്ധ, ആയുർവേദ ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങൾ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരുപാട് ലഭ്യമാണ്. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ നല്ലതും ചീത്തയും കണ്ടെത്തി ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു രീതി ഇപ്പം നമ്മുടെ പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം പോലെ നമുക്ക് കണക്കാക്കാം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ആദ്യം നമ്മൾ മർമ്മ ചികിത്സ എന്താണെന്ന് കുറച്ചെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ സാധാരണ ഒഴിച്ചിലോ വീഴ്ചയിലോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മർമ്മം ആണെന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കുണ്ട്. അത് മാറ്റി അവരതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. എന്നാൽ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെ കറക്റ്റാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മൾ ആദ്യമേ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ ശരിയും തെറ്റും നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം തിരഞ്ഞെടുക്കുക. വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ രാജേഷ് സാർ. ആയുർവിഷൻ്റെ ഇനിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ ഫ്യൂച്ചർ പ്ലാനുകൾക്കും അതുപോലെ തന്നെ താങ്കളെ തേടി അല്ലെങ്കിൽ താങ്കളുടെ ഒരു ആശ്വാസം തേടി എത്തുന്ന രോഗികൾക്ക് കൃത്യമായിട്ടുള്ളൊരു സക്സസ് കൊടുക്കാൻ താങ്കളെ കൊണ്ട് ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിരുന്നിൻ്റെ ഈ ഒരു അല്പസമയം, വിരുന്നിൻ്റെ ലോകമെമ്പാടുള്ള പ്രഷർക്ക് വേണ്ടി ഒരു അല്പസമയം മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എത്ര കഠിനമായ മുട്ടുവേദനയും കേവലം 15 മിനിറ്റിൽ കുറയ്ക്കാൻ പറ്റുന്ന ചികിത്സാ രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതിനു പുറമെ കേൾക്കാൻ പലതുമുണ്ട്. മർമ്മ ചികിത്സയിൽ 130 വർഷത്തെ പാരമ്പര്യവുമായി ആയുർവിഷൻ ആയുർവേദ ആൻഡ് മർമ്മ ട്രീറ്റ്മെന്റ് സെന്റർ. അസ്ഥി, ഞരമ്പ്, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് പെട്ടെന്ന് ശമനം നൽകുന്ന വളരെ കുറഞ്ഞ ചിലവിലുള്ള വിദഗ്ധ ചികിത്സയാണ് ആയുർവിഷൻ ഒരുക്കുന്നത്. ഇതിലൂടെ കഴുത്തുവേദന, മുട്ടുവേദന, നട്ടെല്ല് വേദന, തേയ്മാനം, കൈകാലുകളുടെ പെരുപ്പും വിറയലും എന്നിങ്ങനെ നിത്യജീവിതത്തിൽ വരുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ചികിത്സിച്ചു മാറ്റാം. കൂടാതെ സ്ട്രോക്ക്, മസ്കുലർ ഡിസ്ട്രോഫി, പാർക്കിൻസൺസ് ഡിസീസ്, ഡയബറ്റിക് ന്യൂറോപ്പതി എന്നിങ്ങനെ പ്രായഭേദമന്യേ വരുന്ന എത്രയോ രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ആയുർവേദം നൽകുന്ന ശാസ്ത്രീയമായ മർമ്മ ചികിത്സ. ഇനി കൃത്യമായ മർമ്മ ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാം. ആയുർവിഷൻ ആയുർവേദ ആൻഡ് മർമ്മ ട്രീറ്റ്മെന്റ് സെന്റർ.